ഗാസയിൽ ഇസ്രയേലിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ സംഘത്തിന്റെ നേതാവ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. തെക്കൻ ഗാസയിലെ റഫയിലെ ഒരു പ്രദേശം ആകെ നിയന്ത്രിക്കുന്ന സായുധ സംഘത്തിന്റെ നേതാവ് യാസർ അബു ഷബാബാണ് കൊല്ലപ്പെട്ടത്. ഒരു കുടുംബ വഴക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് കൊലപാതകം ഉണ്ടായതെന്ന് പറയുന്നു. എന്നാൽ ഹമാസ് അല്ല യാസർ അബു ഷബാബിനെ കൊലപ്പെടുത്തിയെന്നും ഗാസയിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് അതിന് കാരണമെന്നും ഇസ്രയേലി വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഗാസയിലെ ഇസ്രയേലി പിന്തുണയുള്ള നിരവധി സായുധ സംഘങ്ങളുടെ നേതാവായിരുന്നു കൊല്ലപ്പെട്ട അബു ഷബാബ്. ഇയാളുടെ മരണം ഗാസയിലെ ഇസ്രയേലിന്റെ പദ്ധതികൾക്ക് ഒരു തിരിച്ചടി ആകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസ വിരുദ്ധനെന്നാണ് അബു ഷബാബിനെ ഹമാസ് വിശേഷിപ്പിച്ചിരുന്നത്. പലപ്പോഴും ഇയാളെ ഹമാസ് ഉന്നം വെച്ചതുമാണ്. എന്നാലും ഇയാളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഹമാസ് ഏറ്റെടുത്തിട്ടുമില്ല. ഹമാസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് അബു ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഉപയോഗിച്ച് ഇസ്രയേൽ ചെയ്തിരുന്നത്. ഇസ്രയേൽ അധിനിവേശ ഗാസക്കുള്ളിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സുരക്ഷാ ചുമതലയും പോപ്പുലർ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംഘടനക്കാണ്. ഹമാസ് വിരുദ്ധ ശക്തികളായി സ്വയം അവകാശപ്പെടുന്നവരാണ് ഈ സായുധ സംഘങ്ങളൊക്കെയും. അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ ഉപകരണങ്ങളായാണ് പലസ്തീനികൾ ഇവരെല്ലാം കാണുന്നത്. ഗാസയിലെ ഏറ്റവും ശക്തമായ ഗോത്രങ്ങളിൽ ഒന്നായ തറാബിൻ ഗോത്രത്തിലെ അംഗം കൂടിയാണ് കൊല്ലപ്പെട്ട യാസർ അബു ഷബാബ്. ഗാസയിലെ ഹമാസ് അനുകൂല കുടുംബത്തിൽ ജനിച്ച യാസർ പിന്നീട് ഇസ്രായേലിന്റെ ഒറ്റുകാരനായി മാറുകയായിരുന്നു. അവനുമായി ഇനി കുടുംബത്തിന് ഒരു ബന്ധവുമില്ലെന്ന് അബു ഷബാബിന്റെ കുടുംബം മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ലഹരിക്കടത്ത്, മോഷണം തുടങ്ങിയവ ആരോപിച്ച് 2015 ഹമാസ് ഇയാളെ പിടികൂടി 25 വർഷത്തേക്ക് ജയിലിൽ അടച്ചിരുന്നു. എന്നാൽ ഇയാൾ പിന്നീട് ജയിൽ ചാടിയ ശേഷം സായുധ സംഘടനയെ നയിക്കുകയായിരുന്നു. ഹമാസിനെ എല്ലായ്പ്പോഴും പരസ്യമായി എതിർക്കുകയും ചെയ്യുന്ന ആളാണ് യാസർ അബു ഷബാബ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസ് വധിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഒന്നാമതായി തന്നെ യാസർ അബു ഷബാബ് ഉണ്ടായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഗാസയിലെ ഹമാസ് വിരുദ്ധ ചേരി ഇയാളുടെ മരണത്തോടെ ദുർബലമാകുകയാണ്. ഈ കൊലപാതകം ഗാസയുടെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇസ്രയേലി സൈനിക ക്യാമ്പുകൾക്കുള്ളിലും റഫയിലും കരീം അബു സലേം ക്രോസിംഗിലുമാണ് യാസറിന്റെയും സംഘത്തിന്റെയും പ്രവർത്തന മേഖല. രാജ്യദ്രോഹം, സായുധ കലാപം, അക്രമാസക്ത സായുധ സംഘം രൂപീകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഗാസയിലെ സർക്കാർ യാസറിനെതിരെ ചുമത്തിയിരുന്നു. കള്ളക്കടത്ത് സംഘങ്ങളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ മാധ്യമമായ ചാനൽ 14 മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഗാസയിലെ ഗ്രൂപ്പുകളുമായുള്ള ഏറ്റുമുട്ടൽ അബു ഷബാബിന് ഗുരുതരമായി പരിക്കേറ്റെന്നും പിന്നീട് തെക്കൻ ഇസ്രായേലിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിൽ മരിച്ചതായി പ്രഖ്യാപിച്ചതായും ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ഇസ്രായേൽ നിങ്ങളെ സംരക്ഷിക്കില്ല എന്ന അടിക്കുറിപ്പോടെ അബു ഷബാബിന്റെ ഒരു ഫോട്ടോ അടുത്തിടെ ഹമാസ് അനുകൂല കൂട്ടായ്മ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങൾക്കകമാണ് ഇയാളുടെ കൊലപാതകം നടക്കുന്നത്. അബു ഷബാബിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ സാഹചര്യങ്ങൾ വ്യക്തമല്ലെന്നാണ് അൽ ജസീറ ചാനലിന്റെ പ്രതിനിധി ഹാനി മഹ്മൂദും പറയുന്നത്. ഗാസയിൽ ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കുക, പലസ്തീൻ പ്രതിരോധം ദുർബലപ്പെടുത്തുക എന്നിവയാണ് പ്രധാനമായും ഷബാബിന് ഉണ്ടായിരുന്ന ചുമതലകൾ. അതുകൊണ്ട് തന്നെ ഗാസയിലെ ഒറ്റുകാരനായ ഷബാബിനെ ഹമാസ് തന്നെ കൊലപ്പെടുത്തി എന്നാണ് പൊതുവിലുള്ള ധാരണ.